Hello everyone. So ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് തൈറോയിഡ് ഗ്ലാൻഡ്. സോ ഇതിൻ്റെ ഫങ്ഷൻസ് എന്താണ്, ലൊക്കേഷൻ വെയർ ഇറ്റ് ഹാസ് ബീൻ ലൊക്കേറ്റഡ്, ആസ് വെൽ ആസ് ദ ഡിസീസസ് കോസ്ഡ് ബൈ ദിസ് പെർട്ടിക്കുലർ റിഡക്ഷനോ അതിൻ്റെ ഇൻക്രീസോ കാരണം ക്രോസ് ചെയ്യുന്ന ഡിസീസസിനെ കുറിച്ചുള്ള ഷോർട്ട് ഡിസ്കഷനാണ് ടുഡേ വി ഗോയിങ് ടു ഡിസ്കസ്. സോ നൗ ലെറ്റ്സ് ഡിസ്കസ് ഓൺ തൈറോയിഡ് ഗ്ലാൻഡ്. സോ ഈ പിക്ചറിൽ കാണുന്ന പോലെ തന്നെ ദിസ് ഇസ് വെയർ ദ തൈറോയിഡ് ഗ്ലാൻഡ് ഹാസ് ബീൻ ലൊക്കേറ്റഡ്. So thyroid gland is the butterfly shaped organ which has been located in the base of your neck. നമ്മുടെ നെക്കിൻ്റെ തൊട്ട് താഴെ ബേസ് ഓഫ് ഈ നെക്കിനകത്ത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഗ്ലാൻഡാണ് തൈറോയിഡ് ഗ്ലാൻഡ്. ഇറ്റ് റിലീസസ് ഹോർമോൺസ് ദാറ്റ് കൺട്രോൾ മെറ്റബോളിസം. മെയിനായിട്ട് മെറ്റബോളിസത്തിന് ആവശ്യമായിട്ടുള്ള ഹോർമോൺസ് ആണ് ഇതിലൂടെ റിലീസ് ചെയ്യുന്നത്, ഇൻ വിച്ച് യു ഗെറ്റ് ദി എനർജി. സോ ഫ്രം ഹിയർ ഈ ഗ്ലാൻഡ് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും, ഒരു ബട്ടർഫ്ലൈ ഷേപ്ഡ് ആയിട്ടുള്ള ഒരു ഗ്ലാൻഡാണ് തൈറോയിഡ് ഗ്ലാൻഡ്. ആ തൈറോയിഡ് ഗ്ലാൻഡിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസിൻ്റെ ഫങ്ഷൻസും അതിൻ്റെ ആ ഒരു ഡെഫിഷ്യൻസിയോ അല്ലെങ്കിൽ അതിൻ്റെ ഇൻക്രീസിങ് എമൗണ്ട് കാരണമുള്ള ഡിസീസസും ലെറ്റ്സ് ചെക്ക് റൈറ്റ്. അപ്പം മെയിനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നത് ബ്രീത്തിങ്ങിന് ഹെൽപ്പ് ചെയ്യാറുണ്ട്, ഹാർട്ട് റേറ്റ്, സെൻട്രൽ ആൻഡ് പെരിഫറൽ നെർവസ് സിസ്റ്റം, ബോഡി വെയ്റ്റ് കൺട്രോളിങ്, ബോഡി ടെമ്പറേച്ചർ, അങ്ങനെ ഒരുപാട് വ്യത്യസ്തമായ ഫങ്ഷൻസ് ആക്ച്വലി ദിസ് തൈറോയിഡ് ഗ്ലാൻഡ് ഇസ് പെർഫോമിങ്. How does thyroid gland hormone works? The thyroid is a part of the endocrine system which is made up of the gland that produces, store and release the hormone into the bloodstream so that hormone can reach the body cells. നമുക്കറിയാം എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുന്ന ആ സിസ്റ്റത്തിൻ്റെ ഒരു പാർട്ടാണ് ഈ തൈറോയിഡ് ഹോർമോൺ അല്ലെങ്കിൽ തൈറോയിഡ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. തൈറോയിഡ് ഹോർമോൺ എന്ന് പറയുന്നത് ദിസ് ഇസ് ആക്ച്വലി എ പാർട്ട് ഓഫ് ദി എൻഡോക്രൈൻ സിസ്റ്റം. സോ എൻഡോക്രൈൻ സിസ്റ്റം എങ്ങനെയാണ് ചെയ്യുന്നത്? ദേ ആർ പ്രൊഡ്യൂസിങ്, ചിലപ്പോൾ സ്റ്റോർ ചെയ്യാം, ആൻഡ് റിലീസിങ് ദ ഹോർമോൺ ഇൻ ടു ദ ബ്ലഡ് സ്ട്രീം. അപ്പോൾ ബ്ലഡ് സ്ട്രീമിലോട്ട് ഡയറക്റ്റ് ആയിട്ട് ഈ ഹോർമോൺ എന്ത് ചെയ്യുന്നു, റിലീസ് ചെയ്യുന്നു. സോ ദാറ്റ് ഇറ്റ് ഇസ് വർക്കിംഗ് എസ് ഫംഗ്ഷൻ, മെറ്റബോളിസം, നേരത്തെ പറഞ്ഞ മെറ്റബോളിസത്തിന് വേണ്ടി ഇത് ഫംഗ്ഷൻ ഔട്ട് ചെയ്യുന്നു. മേജറായിട്ട് തൈറോയിഡ് ഗ്ലാൻഡ് യൂസസ് ദി അയഡിൻ ഫ്രം ദി ഫുഡ് യു ഈറ്റ് ടു മേക്ക് ടു മെയിൻ ഹോർമോൺ. അതായത് ഈ തൈറോയിഡ് ഗ്ലാൻഡ് രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഹോർമോൺസ് ഡെവലപ്പ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. ആ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ദേ റിക്വയർ എ സ്പെഷ്യലൈസ്ഡ് കണ്ടൻറ്റ് ഫ്രം യുവർ ന്യൂട്രീഷൻ റിക്വയർമെൻറ്റ്, ദാറ്റ് ഈസ് അയഡിൻ. അയഡിൻ എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ന്യൂട്രീഷൻ ക്വാളിറ്റി നമ്മുടെ ബോഡി കിട്ടുന്നില്ലെങ്കിൽ തൈറോയിഡ് ഗ്ലാൻഡ് വിൽ നോട്ട് പ്രൊഡ്യൂസ്, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ്റെ കോസ്റ്റ് കുറവായിരിക്കും. ഏതിൽ? ഈ T3 T4 എന്ന് പറയുന്ന hormones. So let's look on the two different hormones which has been produced by the thyroid gland. ആദ്യത്തെ ഹോർമോൺ ആണ് ട്രൈഐഡോതൈറോണിൻ, അല്ലെങ്കിൽ we call it as T3. രണ്ടാമത്തെ ഹോർമോൺ ആണ് തൈറോക്സിൻ ഓർ T4. അപ്പോൾ നമുക്ക് ഇതിൽ നോക്കണമെന്ന് വെച്ചാൽ നമ്മുടെ ബോഡിനകത്ത് അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡ് സ്ട്രീമിലോട്ടാണല്ലോ ഈ ഹോർമോൺ റിലീസ് ചെയ്ത് പോകുന്നത്, വിച്ച് ഹാസ് ബീൻ പ്രൊഡ്യൂസ്ഡ് ബൈ ദ തൈറോയിഡ് ഗ്ലാൻഡ് ഇൻ ദ പ്രസൻസ് ഓഫ് ദി അയഡിൻ. സോ ഈ ഒരു T3 T4 എന്ന് പറയുന്ന രണ്ട് ഹോർമോൺസിൻ്റെ അളവ് കൂടാനും പാടില്ല, കുറയാനും പാടില്ല. ഏകദേശം ഒരു മിഡിൽ ലെവൽ ഇറ്റ് ഷുഡ് ബി. സോ ഈ ഒരു ബോത്ത് കമ്മ്യൂണിക്കേഷൻ മസ്റ്റ് ബി വർക്കിംഗ് ടുഗെദർ ഇൻ ദ കേസ് ഓഫ് ദി ട്രൈഐഡോതൈറോണിൻ വിച്ച് ഇസ് ഓൾസോ കോൾഡ് ആസ് T3 ആൻഡ് തൈറോക്സിൻ വിച്ച് ഇസ് T4. സോ എങ്ങനെയാണ് ഈ ഒരു റിലീസിങ്, ഹൗ ഇറ്റ് ഇസ് ഹാപ്പനിങ്? സോ ഈ റിലീസിനെ കുറിച്ച് ഐ വിൽ ഡിസ്കസ് വിത്ത് ദ ഡയഗ്രാം. സോ ഇതാണ് ഐ ഹാവ് ടേക്കൻ ഇറ്റ് ഫോർ ദ ഡയഗ്രാം, ഹൗ ഇറ്റ് ഇസ് ആക്ച്വലി ഫങ്ഷനിങ്, അല്ലെങ്കിൽ T3 T4 എങ്ങനെയാണ് തൈറോയിഡ് ഗ്ലാൻഡ് റിലീസ് ചെയ്യുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദി അയഡിൻ. സോ ഈ പാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൽ പിറ്റുവേറ്ററി ഗ്ലാൻഡ് ഉള്ളൊരു പാർട്ട്, പിറ്റുവേറ്ററി ഗ്ലാൻഡും ഹൈപ്പോതലാമസും ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു പാർട്ടാണ്. അതിൻ്റെ ഒരു ക്ലോസ് അനാലിസിസ് അല്ലെങ്കിൽ ആ ഒരു ബിഗ് വ്യൂ ആണ് നമുക്കിവിടെ ഈ ഒരു സർക്കിളിനകത്ത് കാണാനായിട്ട് പറ്റുന്നത്. സോ ലെറ്റ്സ് ലുക്ക്. ഇതാണ് നമ്മുടെ ഹൈപ്പോതലാമസ്. ദിസ് റീജിയൻ ഹാസ് ബീൻ കോൾഡ് ആസ് ദി ഹൈപ്പോതലാമസ്. And this is the region which is called as pituitary gland. So pituitary gland in the next part ആണ് തൈറോയിഡ് ഹോർമോൺ. കാരണം തൈറോയിഡ് ഹോർമോണിൽ നിന്നുമാണ് T3 T4 ആ ഹോർമോൺസ് എല്ലാം റിലീസ് ചെയ്ത് ബ്ലഡ് സ്ട്രീമിലോട്ട് കയറി മെറ്റാബോളിസത്തിന് വേണ്ടിയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഫ്രം വെയർ? ഫ്രം ദി തൈറോയിഡ് ഹോർമോൺ, isn't it? So from the thyroid hormone, after the release to the bloodstream, further processing will be taking place. So let's look once again. ഈ pituitary gland ഇതാണ് നമ്മുടെ hypothalamus. This is the hypothalamus. This is the pituitary gland, and this portion has been called as the thyroid hormone. What is happening in the hypothalamus means ഈ hypothalamus TRH അല്ലെങ്കിൽ thyroid releasing hormone എന്ന് പറയുന്ന specific hormone will be releasing from the hypothalamus.
ഫോളോഡ് ബൈ. ഈ തൈറോയ്ഡ് റിലീസിങ് ഹോർമോൺ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന എന്തിനെയാണ്? ഇവിടെ താഴെ കിടക്കുന്ന പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെയാണ് ഈ തൈറോയ്ഡ് റിലീസിങ് ഹോർമോൺ സ്റ്റിമുലേറ്റ് ചെയ്ത് ഫങ്ഷൻ ചെയ്യുന്നത്. ആരെ? പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. അപ്പോൾ ഹൈപ്പോതലാമസിൽ നിന്ന് റിലീസ് ചെയ്യുന്ന തൈറോയ്ഡ് റിലീസിങ് ഹോർമോൺ വിൽ സ്റ്റിമുലേറ്റ് ദ ഫങ്ഷനിങ് ഓഫ് ദി പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. Further, this pituitary gland will release thyroid stimulating hormone. അപ്പോൾ പ്രോസസ്സ് ഒന്നുകൂടി നോക്കാം. ആദ്യം നമുക്കറിയാം നമ്മുടെ ബ്രെയിനകത്ത് there is actually a portion which is consisting of a hypothalamus and as well as the pituitary gland. ഈ hypothalamus ആണ് ഈ ഒരു portion. This portion has been called as the pituitary gland and this is called as the thyroid hormone. ഈ ഹൈപ്പോതലാമസിൽ നിന്നും TRH അല്ലെങ്കിൽ thyroid releasing hormone will be releasing out of it and this will stimulate the releasing. അതായത് ഈ ഒരു പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ വർക്കിങ്ങിന് വേണ്ടി സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ആരാണ്? ഈ തൈറോയ്ഡ് റിലീസിങ് ഹോർമോൺ ആണ്. So thyroid releasing hormone will stimulate the functioning of the pituitary gland, where the pituitary gland will release thyroid stimulating hormone for the production of T3 and T4. അതായത് ട്രൈഅയഡോതൈറോണിൻ T3യും തൈറോസിൻ 3,4ൻ്റെ പ്രൊഡക്ഷൻ നടക്കുന്ന എപ്പോഴാണ്? ഈ TSH അല്ലെങ്കിൽ തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ വെൻ ഇറ്റ് ഇസ് റീച്ചിങ് ടു ദ തൈറോയ്ഡ് ഹോർമോൺ ഫർദർ പ്രൊഡക്ഷൻ ഓഫ് ദ 2 different ഹോർമോൺ ബ്ലഡ് സ്ട്രീമിലോട്ട് കയറുന്നു. അത് ഫർദർ ഫങ്ഷൻസ് വിൽ ബി ടേക്കിംഗ് പ്ലേസ്. So this is the basic idea which is standing as a foundation for what? For the T3 and T4ൻ്റെ പ്രൊഡക്ഷൻ. ഇനി നമ്മുടെ ബോഡിയിൽ അയഡിൻ സഫീഷ്യൻ്റ് ആയിട്ട് എനേബിൾ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ഈ ഒരു പ്രോസസ് വിൽ നോട്ട് ബി ടേക്കിംഗ് പ്ലേസ്. So that is the main goal. So let's look. It is important that T3, T4 levels are neither too high nor too. അപ്പോൾ കൂടാനും പാടില്ല കുറയാനും പാടില്ല. 2 glands in the brain, hypothalamus, pituitary gland, to maintaining by communicating between T3 and T4 balance. അതായത് ഈ ഹൈപ്പോതലാമസിൻ്റെയും പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെയും ഫർദർ ആയിട്ടുള്ള രണ്ടുപേരുടെയും വർക്കിംഗ് ടുഗെദർ കാരണമാണ് തൈറോയ്ഡ് ഹോർമോൺ ആ 2 ഡിഫറെൻറ്റ് ഹോർമോൺസിനെ റിലീസ് ചെയ്യുന്നത്. പിന്നീട് ബ്ലഡ് സ്ട്രീമിലോട്ട് കയറി ഫർദർ മെറ്റബോളിസം വിൽ ബി ടേക്കിംഗ് പ്ലേസ്. ദി ഹൈപ്പോതലാമസ് പ്രൊഡ്യൂസസ് TSH releasing hormone TRH that signals the pituitary to tell the thyroid gland to produce more or less T3 and T4 by either increasing or decreasing the release of a hormone called thyroid stimulating hormone. അതായത് ഈ തൈറോയ്ഡ് നമുക്കറിയാം ഈ ഒരു T3യും T4ൻ്റെയും സ്റ്റിമുലേഷൻ ഫംഗ്ഷൻ ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ TSHൻ്റെ ഇൻക്രീസ്. അപ്പോൾ TSHൻ്റെ ഇൻക്രീസോ TSHൻ്റെ ഡിക്രീസ് കാരണം TSH എന്ന് പറയുന്നത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്ന് റിലീസ് ചെയ്ത ഹോർമോണാണ് TSH. TSH കൂടിയാൽ എന്ത് പ്രൊഡക്ഷൻ കൂടും? T4ൻ്റെയും T3ൻ്റെയും 3,4ൻ്റെയും പ്രൊഡക്ഷൻ കൂടും. എവിടെ? നമ്മുടെ ബ്ലഡ് സ്ട്രീമിലോട്ടുള്ള പ്രൊഡക്ഷൻ ഫ്രം ദ തൈറോയ്ഡ് ഹോർമോൺ. ഈ TSH എന്ന് പറയുന്നത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നു. സോ ഇഫ് TSH amount is increasing, that will further increase the amount of T3 and T4. If TSH which has been produced by the pituitary gland is reducing, then what happened? Thyroid hormone which is producing T3 and T4 will be also decreasing. So let's look the condition. When T3, T4 levels are low in your blood, നമ്മുടെ ബ്ലഡ് സ്ട്രീമിലായിട്ട് എന്ത് ചെയ്യുമ്പോൾ T3യും T4ഉം ലോ ആണ്, വളരെ കുറവാണ്. സോ എന്ത് ചെയ്യണം? നമുക്കൊരു മിനിമം അല്ലെങ്കിൽ ആ ഒരു കറക്റ്റ് എമൗണ്ട്, ഏറ്റവും കൂടുതലും ബുദ്ധിമുട്ടാണ്, കുറഞ്ഞാലും. അപ്പോൾ കുറഞ്ഞ സമയത്ത് യു ഹാവ് ടു മെയിൻറ്റെയിൻ ഇൻ ടു എ ക്ലിയർ ആയിട്ടുള്ള ഒരു കറക്റ്റ് ഇതായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ വാട്ട് യു ഹാവ് ടു ഡു ഇസ് TSH ഇവിടുന്ന് പ്രൊഡ്യൂസ് ചെയ്യണം. സോ ഹൈപ്പോതലാമസ് വിൽ ഗീവ് ദ മെസ്സേജ് ബൈ ദ TRH ടു പ്രൊഡ്യൂസ് സഫീഷ്യൻറ്റ് എമൗണ്ട് ഓഫ് TSH ബൈ ദ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആൻഡ് ഫർദർ ദ TSH വിൽ ബി പ്രൊഡ്യൂസ്ഡ് ബൈ ദ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഇൻക്രീസിങ് എമൗണ്ട് ഓഫ് TSH ആൻഡ് നൗ മെയിൻറ്റെയിനിങ് ദ T3 ആൻഡ് T4 ഫ്രം ദി തൈറോയ്ഡ് ഹോർമോൺ പ്രൊഡക്ഷൻ. ഇനി വെൻ T3 ആൻഡ് T4 ലെവൽസ് ആർ ഹൈ, ഇപ്പോൾ നമ്മുടെ ബ്ലഡിലൊക്കെ T3യും T4 എന്ന് പറയുന്ന ഈ 2 ഹോർമോൺ, അതായത് ട്രൈഅയഡോതൈറോണിൻ ആസ് വെൽ ആസ് തൈറോസിൻ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ എമൗണ്ട് ഇഫ് ഇറ്റ് ഇസ് വെരി ഹൈ, നമ്മുടെ ബോഡിയിൽ ഇറ്റ് ഇസ് വെരി ഹൈ ആണെങ്കിൽ what is happening means this hypothalamus will release a TRH, അതായത് അങ്ങനെ തൈറോയ്ഡ് റിലീസിങ് ഹോർമോൺ റിലീസ് ചെയ്യുന്നു. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലൂടെ TSHൻ്റെ പ്രൊഡക്ഷൻ എന്ത് ചെയ്യുന്നു? കുറയ്ക്കുന്നു. അപ്പോൾ TSH കുറഞ്ഞതിലൂടെ ഈ T3യും T4ൻ്റെയും പ്രൊഡക്ഷൻ കുറയുന്നു. സോ ദിസ് ഇസ് ഹൗ ദ മെയിൻ്റനൻസ് അല്ലെങ്കിൽ ഹൗ ദ ഫങ്ഷനിങ് ഓഫ് ദ തൈറോയ്ഡ് ഹോർമോൺ ഇസ് ടേക്കിംഗ് പ്ലേസ്. സോ അയഡിൻ ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ന്യൂട്രീഷണൽ ക്വാളിറ്റി വിച്ച് ഇസ് റിക്വയർ ഫോർ യുവർ ബോഡി ഫോർ സഫീഷ്യൻറ്റ് കണ്ടീഷൻ അല്ലെങ്കിൽ സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഈ ഒരു എമൗണ്ട് പ്രൊഡക്ഷന് വേണ്ടി ദിസ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ദിസ് ഇസ് എ ബേസിക് ഐഡിയ ഓർ ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ദി തൈറോയ്ഡ് ഹോർമോൺ. So now let's look on why you need thyroid hormone. എന്തുകൊണ്ട് നമുക്ക് ഈ തൈറോയ്ഡ് ഹോർമോൺ ആവശ്യമാണ്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെറ്റബോളിസം എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ഉണ്ട്.
So this is actually helping for many different functions in your body. So let's check. T3 T4 travels in your bloodstream to reach almost every cell in your body. Hormone regulate the speed with which metabolism is working. ആദ്യമായിട്ട് ഇത് കൺട്രോൾ ചെയ്യുന്നത് ഹാർട്ട് റേറ്റിനെയാണ്. സോ യു ഹാവ് ടു റിമെമ്പർ ദിസ് ഇസ് നോർമലി കൺട്രോളിങ്. സോ വാട്ട് ദിസ് ഇസ് ആക്ച്വലി ഹെൽപ്പിംഗ് മീൻസ് ഹാർട്ട് റേറ്റിനെയാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്. സോ ദ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ ഇസ് കൺട്രോളിങ് യുവർ ഹാർട്ട് റേറ്റ് ആൻഡ് ഹൗ ഫാസ്റ്റ് യുവർ ഇൻറ്റസ്റ്റൈൻ പ്രോസസ് ഫോർ. അതായത് നമ്മുടെ ഫുഡിന് വേണ്ടി ഇൻറ്റസ്റ്റൈൻ എല്ലാം പ്രോസസ്സ് ചെയ്യുന്ന ഏറ്റവും ഫാസ്റ്റിലോട്ട് എങ്ങനെ ഫാസ്റ്റ്നെസ് അല്ലെങ്കിൽ ആ മെറ്റബോളിസം നടത്തേണ്ടത്, അതെല്ലാം ഈ T3 ഉം T4 ഇസ് ഹെൽപ്പിംഗ്. സോ T3 and T4 help for your heart rate metabolism അല്ലെങ്കിൽ ഹാർട്ട് റേറ്റിൻ്റെ റെഗുലേഷന് വേണ്ടിയും പിന്നെ ഇൻറ്റസ്റ്റൈൻ്റെ പ്രോസസ്സിങ് ഓഫ് ദ ഫുഡിന് വേണ്ടിയും. Your heart rate may be slower than normal and you may have constipation or weight gain. എപ്പോൾ നമ്മുടെ ഹാർട്ട് റേറ്റ് കുറഞ്ഞു പോകുന്നത്? when T3 and T4 level is lower. T3 and T4 level കുറഞ്ഞു കഴിഞ്ഞാൽ we know അതായത് ഇത്ര ഇവിടെ പറഞ്ഞ പോലെ TSH സ്റ്റിമുലേഷൻ കൂട്ടിയിട്ടാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇഫ് ദിസ് ഇസ് ഹാപ്പനിങ് എന്ത് സമീപിക്കുന്നു ലോ ലെവലായി പോകുന്നുവെങ്കിൽ യു വിൽ മേ ഗെറ്റ് കോൺസ്റ്റിപ്പേഷൻ, വെയിറ്റ് ഗെയിൻ. ഇനി ഇഫ് T3 and T4 ലെവൽ ഇസ് ഹൈ, ഇങ്ങനെ ഹൈ ആണെങ്കിൽ ഹാർട്ട് റേറ്റിന് ഹെൽപ്പ് ചെയ്യാറുണ്ടല്ലോ. ഹാർട്ട് റേറ്റ് ഇസ് ഇൻക്രീസിങ് ബിക്കോസ് ഓഫ് ദിസ് ഡയറിയ, വെയിറ്റ് ലോസ്, എവറിഥിങ്. ദ എഫക്ട് ടു മച്ച് ഓർ ടു ലിറ്റിൽ T3 and T4 in your body are discussed in more detail in the next section. Now let's look on the diseases which is actually complicated diseases which is developing because of this thyroid hormone കുറവ് കാരണം അല്ലെങ്കിൽ because of increased amount of thyroid hormone which is produced by the thyroid gland. Next. So what is the first disease? Goiter. ഗോയിറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ബൾജിങ് ആണ്, ഒരു ബൾജിങ് പോർഷൻ വിച്ച് യു കെൻ സീ ഇൻ യുവർ നെക്ക്. ഒരു ബൾജായിട്ട് നമ്മുടെ നെക്കിൻ്റെ പോർഷനകത്ത് ഈ ഒരു നെക്ക് പോർഷൻ്റെ സൈഡിനകത്ത് യു സീ ആ ബൾജ്, ഒരു ബൾജിങ് ആണ്. ഇവിടെ ഒരു ബൾജിങ് ആയിട്ട് കാണാൻ പറ്റും. ആ ബൾജിങ് എഫക്റ്റാണ് ശരിക്കും പറഞ്ഞാൽ ഗോയിറ്റർ എന്ന് പറയുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഹൈപ്പർ തൈറോയിഡിസം. ഹൈപ്പർ മീൻസ് വാട്ട്? കൂടിപ്പോകുന്ന അവസ്ഥ. ഹൈപ്പോ മീൻസ് കുറയുന്നത്. അപ്പോൾ തൈറോയിഡിൻ്റെ ഗ്ലാൻഡിൻ്റെ പ്രൊഡക്ഷൻ കൂടുന്ന സമയത്ത് ഹൈപ്പർ തൈറോയിഡിസം നടക്കുമ്പോഴാണ് ഗോയിറ്റർ എന്ന് പറഞ്ഞ ഡിസീസ് കോസ് ചെയ്യുന്നത്. It is also known as the simple or endemic goiter. Is caused by the iodine deficiency. ശരിക്കും പറഞ്ഞാൽ അയഡിൻ്റെ ഡെഫിഷ്യൻസി കാരണമാണ് ഈ ഒരു ഡിസീസ് കോസ് ചെയ്യുന്നത്. ഹൈപ്പർ തൈറോയിഡിസം മീൻസ് തൈറോയിഡ് ഗ്ലാൻഡ് പ്രൊഡക്ഷൻ ഇസ് മോർ, is caused by too much thyroid hormone. Goiter is അതായത് തൈറോയ്ഡ് ഹോർമോൺ പ്രൊഡക്ഷൻ കൂടിപ്പോയ സമയത്താണ് ഹൈപ്പർ തൈറോയിഡിസം ഇസ് ഹാപ്പനിങ്. ഗോയിറ്റർ സംടൈംസ് സൈഡ് എഫക്റ്റ് ഓഫ് ഹൈപ്പർ. അതുപോലെ ഗോയിറ്റർ എന്ന് പറയുന്നത് ഹൈപ്പർ തൈറോയിഡിസത്തിൻ്റെ ഒരു എഫക്റ്റ് തന്നെയാണ്. Then symptoms of the hypothyroidism include anxiety, irritability, moodiness, hyperactivity, sweating, sensitivity. ഇതെല്ലാം കുറച്ചും ആൻസൈറ്റി, ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ മൂഡ് പ്രോബ്ലംസ് വിൽ ബി ദെയർ, ഹാൻഡ് ട്രിബ്ലിംഗ്, ഹെയർ ലോസ്, മിസ്റ്റ് ഓർ ലൈറ്റ്സ്, മെൻസ്ട്രുവൽ പീരിയഡ്. സോ ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ ഹൈപ്പോതൈറോയിഡിസത്തിൻ്റെ ചില എഫക്ട്സ് ആണ് ആഫ്റ്റർ ദ ഡിസീസ് ഇസ് കമ്മിങ്. നെക്സ്റ്റ് ഇസ് ഹൈപ്പോതൈറോയിഡിസം. തൈറോയ്ഡ് ഗ്ലാൻഡ് പ്രൊഡക്ഷൻ ഇഫ് ഇറ്റ് ഇസ് ലോവർ. ഹൈപ്പോതൈറോയിഡിസം ഇസ് എ കോമൺ കണ്ടീഷൻ characterized by too little thyroid hormone. അതായത് തൈറോയ്ഡ് ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ ഇഫ് ഇറ്റ് ഇസ് വെരി ലിറ്റിൽ, ദിസ് എഫക്ട് ഇസ് യൂഷ്വലി ഹാപ്പനിങ്. ഇൻഫൻറ്റിലാണെങ്കിൽ ഈ ഒരു കണ്ടീഷനെ വിക്കോൾഡ് ആസ് ക്രെറ്റിനിസം എന്ന് വിളിക്കാറുണ്ട്. Cretinism has very serious side effects including abnormal bone formation and mental retardation. ഇതെല്ലാം ചില എഫക്ട്സ് ആണ്. If you have hypothyroidism as an adult, you may experience symptoms including trouble sleeping, tiredness, fatigue. ഈ ഒരു സിംറ്റംസ് എല്ലാം can happen due to hypothyroidism. Goiter എന്ന് പറയുന്നത് ബൾജിങ് പോർഷൻസ് ആണ്. ഹൈപ്പർതൈറോയിഡിസം വന്നുകൊണ്ടാണ് ഗോയിറ്റർ മോസ്റ്റ്ലി ഹാപ്പനിങ്. Hyperthyroidism means excess level of the, അതായത് ഭയങ്കര ഇൻക്രീസിങ് ലെവൽ ഓഫ് ദി തൈറോയ്ഡ് പ്രൊഡക്ഷൻ വിൽ ബി ടേക്കിംഗ് പ്ലേസ്. അതിലൂടെ ഒരുപാട് ഡിഫറെൻറ്റ് സൈഡ് എഫക്ട്സ് വിൽ ബി പ്രസൻറ്റ്, അല്ലെങ്കിൽ ആ ഒരു സിംറ്റംസ് യു കുഡ് സീ ഫ്രം ഇറ്റ്. ആൻഡ് ഹൈപ്പോതൈറോയിഡിസം മീൻസ് തൈറോയ്ഡ് പ്രൊഡക്ഷൻ ഇഫ് ഇറ്റ് ഇസ് ലോവറിങ്, ദാറ്റ് ഇസ് the case where it is happening for the hypothyroidism. There are also the same symptoms which is being included in the same case. Next is solitary thyroid nodule. Solitary thyroid nodule or the lump in the thyroid are actually quite common. It is estimated that more than half the population will have a nodule in their thyroid. The great majority of nodule are benign.
അപ്പോൾ ബെനൈൻ ആയിട്ടുള്ള നോഡ്യൂൾസ് ആയിരിക്കും ചിലപ്പോൾ ഈ ഒരു പ്രൊഡക്ഷൻ, ഈ ഒരു ഡിസീസ് കോസ് ചെയ്യുന്ന ബെനൈൻ ആയിട്ടുള്ള നോഡ്യൂൾസിൻ്റെ പ്രൊഡക്ഷൻ കാരണമാണ്. ഫൈൻ നീഡിൽ ആസ്പിറേഷൻ ബയോപ്സി വിൽ ഡിറ്റർമിൻ. സോ ബയോപ്സി എന്ന് പറയുന്നത്, സോ ഇറ്റ് ഇസ് നോട്ട് നെസസറി ഇഫ് യു വോണ്ട്. സോ ഫൈൻ നീഡിൽ ആസ്പിറേഷൻ ബയോപ്സി വിൽ ഡിറ്റർമിൻ ഇഫ് നോഡ്യൂൾ ഇസ് ക്യാൻസർ. അപ്പോൾ നോഡ്യൂൾസ് ഒക്കെ ബെനൈൻ ട്യൂമേഴ്സ് ഉണ്ട്, അങ്ങനെ ട്യൂമറസ് ആയിട്ടുള്ള ബെനൈൻ ചിലപ്പോൾ വരാം ഈ ഡിസീസ് വഴി. അപ്പോൾ വരുന്ന സമയത്ത് ഇഫ് ഇറ്റ് ഇസ് ക്യാൻസർ ആണോ, ക്യാൻസറസ് ആയിട്ടുള്ളതാണോ എന്ന് പറയുന്നത് ചെക്ക് ചെയ്യുന്ന ഹൗ യു ആർ ചെക്കിങ്. ഫൈൻ നീഡിൽ ആസ്പിറേഷൻ ബയോപ്സി എന്ന് പറയുന്ന ടെക്നിക്ക് ഉപയോഗിച്ച് യു ക്യാൻ ചെക്ക് ഇറ്റ്. ബയോപ്സി എന്ന് പറയുന്നത് ക്യാൻസർ ചെക്കിങ് ആണല്ലോ. അപ്പോൾ ക്യാൻസർ ചെക്കിങ് യു കുഡ് ചെക്ക് ഇറ്റ് വെദർ ഇറ്റ് ഇസ് ക്യാൻസറസ് ആണോ, യു കുഡ് ചെക്ക് the nodule. Next is thyroid cancer. Thyroid cancer can cause. It's fairly common. Through long-term survival rates are excellent. Occasionally, symptoms such as hoarseness, neck pain, enlarged lymph nodes occur in people with thyroid cancer. Thyroid cancer can affect anyone at any age. So women and people over 30 are most likely to develop the condition. So your thyroid cancer may also develop for the people even in the very affected stage. Anyone at any stage, other women's agam, people over 30 years agam, any stage your thyroid cancer may develop. Thyroiditis is an inflammation of the thyroid gland that may be associated with abnormal thyroid function. Thyroid gland functions in the abnormal ആയി പോകുന്ന ഒരു കണ്ടീഷനാണ് തൈറോയിഡിറ്റിസ് എന്ന് പറയുന്നത്. unable to produce enough hormone to maintain the body's normal metabolism. നമുക്ക് നോർമൽ മെറ്റബോളിസം നമുക്കറിയാം, ഹാർട്ട് റേറ്റിനെ എല്ലാം ഹെൽപ്പ് ചെയ്യുന്ന ഈ തൈറോയ്ഡ് ഗ്ലാൻഡ്. നോർമൽ മെറ്റബോളിസം will not be possible because of the disease of the thyroiditis. There are 5 types of the thyroiditis and the treatment is specific to each of them. So ഈ ഒരു സെഷനിൽ what we have discussed here right now means about the thyroid gland. So thyroid gland എന്ന് പറഞ്ഞാൽ ബട്ടർഫ്ലൈ ഷേപ്ഡ് ആയിട്ടുള്ള ഒരു ഗ്ലാൻഡ് ആണ്, which can be seen just below your neck. And thyroid gland is very important for your metabolism and functions. Thyroid gland breathing, നമ്മൾ പറഞ്ഞ breathing, heart rate, central and peripheral nervous system, weight control, body temperature, cholesterol level എല്ലാം ഹെൽപ്പ് ചെയ്യാറുണ്ട്. സോ തൈറോയിഡിൻ്റെ പ്രൊഡക്ഷന് വേണ്ടി യു നീഡ് അയഡിൻ. ഇത് 2 ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു, T3 T4. ഈ ഒരു ഹൈപ്പോതലാമസിൻ്റെ ആക്ടിവിറ്റി കാരണം TRH റിലീസ് ചെയ്യുന്നു. ഫർദർ ആക്ടിവിറ്റി ഓഫ് ദ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, റിലീസ് ഓഫ് ദ TSH വിൽ റിലീസ് T3 and T4, ആൻഡ് ഫർദർ കൺട്രോളിംഗ് ഓഫ് ദ T3 and T4 വിൽ ബി പോസിബിൾ ഇൻ യുവർ ബ്ലഡ് സ്ട്രീം. മെറ്റബോളിസം, ഹാർട്ട് റേറ്റ് എല്ലാത്തിനും ഇത് ഹെൽപ്പ് ചെയ്യാറുണ്ട്. സോ ദിസ് ഇസ് വാട്ട് ഹാപ്പനിങ് ഇൻ ദി thyroid hormone basically. So we have discussed on the diseases: goiter, hypothyroidism, solitary thyroid nodule, thyroid cancer and thyroiditis. So this is all for the thyroid gland, and thank you.